സമരങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന സൂചനയാണ് നൽകുന്നത്. ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന പ്രതിഫലം വേണമെന്നാവശ്യപ്പെട്ടാണ് ഫെബ്രുവരി 10 മുതൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങിയത്. അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും സമരക്കാരെ പിന്തിരിപ്പിക്കാൻ ഭരണകൂടവും പാർട്ടിയും ശ്രമിച്ചെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണവർ. സമരം തുടങ്ങി 36 ദിവസം പിന്നിടുമ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ശക്തമായ പ്രതിഷേധത്തിലാണ് ഇന്ന് ആശാവർക്കർമാർ. ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭീഷണി, മറുഭാഗത്ത് തുടരുന്ന പരിഹാസവും അധിക്ഷേപവും. മഴയും വെയിലും കൊണ്ട് ആശമാർ സമരം അനുദിനം ശക്തമാക്കുമ്പോൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറെയും. സർക്കാരും CPM-ഉം സമരത്തിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു. പാർട്ടി നേതാക്കളുടെ ആയുധം പരിഹാസമായിരുന്നു. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്തുണ അറിയിച്ചെത്തിയ സുരേഷ് ഗോപി ആശമാർക്ക് ഉമ്മ കൊടുത്തോ എന്ന CIT നേതാവ് KN ഗോപിനാഥിന്റെ പരാമർശം പിന്നീട് പാർട്ടിയെ തന്നെ വീട്ടിലാക്കി. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ, എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. ആശമാരുടെ വീറുറ്റ സമരം മുന്നോട്ടു പോകവേ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിന്തുണയുമായി സമരപന്തലെത്തി. നിയമസഭയിലും ആശാ സമരത്തിൽ സർക്കാരിനെതിരെ ചോദ്യമുയർന്നു. എന്നാൽ സമരപന്തലിലെത്തിയ സുരേഷ് ഗോപിയെ ആശമാർ പാട്ടുപാടി സ്വീകരിച്ചത് വ്യാപക വിമർശനത്തിനിടയാക്കി. കേന്ദ്രം എല്ലാം ചെയ്തെന്ന് പറയുന്ന സുരേഷ് ഗോപി ഇനി ഉത്തരവുമായി സമരപന്തലെത്തിയാൽ മതിയെന്ന് ആശമാർക്ക് പറയേണ്ടി വന്നു. 36 ദിവസം മുൻപ് വേതന വർധന ആവശ്യപ്പെട്ട് ആശമാർ തുടങ്ങിയ സമരം പെട്ടെന്ന് അവസാനിച്ചുകൊള്ളും എന്ന കണക്കുകൂട്ടലായിരുന്നു സർക്കാർ. അങ്ങനെയാവില്ലെന്ന് കണ്ടതോടെ പ്രതികാര നടപടിയായി. തലസ്ഥാനത്ത് മഴ ശക്തമായപ്പോൾ തലയ്ക്ക് മുകളിൽ ഒരു ഷീറ്റ് കെട്ടാൻ പോലും ആശമാരെ പോലീസ് അനുവദിച്ചില്ല. ഞങ്ങളെ ഈ പെരുമഴയത്ത് ഇത്രയിട്ട് ഞങ്ങൾ എന്ത് വോട്ടിട്ട് ജയിപ്പിച്ചതുകൊണ്ടാണ് സാറേ ഞങ്ങളെ ഇത് ലോകത്തിലും ചെയ്യുന്നത്. വെയിലും മഴയും അവഗണിച്ച് ആശമാർ സമരം ശക്തമാക്കുമ്പോൾ അടിയറവ് പറയുമോ സർക്കാർ? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.